അനീഷിൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഇന്നലെ എല്ലാവരും അനീഷിനെതിരെ തിരിഞ്ഞിരുന്നു. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ക്യാപ്റ്റന് വെച്ചിരിക്കുന്ന ലെറ്ററുകളൊക്കെ പോയി എടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഓരോ സാധനങ്ങൾ വായിക്കാനായിട്ട് ചെല്ലുന്നത്? നിങ്ങൾ ഇവിടുത്തെ ക്യാപ്റ്റനൊന്നും അല്ലല്ലോ, അത് സാധാരണ രീതിയിൽ അങ്ങ് നിന്നാൽ മതി എന്ന് പറഞ്ഞ് അനീഷിനെ എല്ലാവരും എതിർത്തിരുന്നു. അപ്പോൾ തന്നെ അനീഷ് ചെറുതായിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ബിഗ് ബോസ് ഇനി എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ എന്നെ തന്നെ വിളിക്കണേ, കൺഫെഷൻ റൂമിലേക്കൊക്കെ എന്നെ തന്നെ വിളിക്കണേ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ഹോട്ടൽ ടാസ്കിൻ്റെ ലെറ്റർ വായിക്കാനായിട്ട് കൺഫെഷൻ റൂമിലേക്ക് അനീഷിനോടാണ് ചെല്ലാൻ പറഞ്ഞത്. അനീഷിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അനീഷിൻ്റെ ഒരു ചിരിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ലൈവിൽ ഹോട്ടൽ ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ്. ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് 3 ഗസ്റ്റുകൾ കയറി വരുന്നുണ്ട്. ഒന്ന് ഷിയാസ് കരീം, ഒന്ന് റിയാസ് സലീം, ഒന്ന് ശോഭ വിശ്വനാഥ്. ഇവരെ 3 പേരും ലൈവിൽ കയറുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ അനീഷ് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി എല്ലാവരോടുമായിട്ട് ആ ഒരു ടാസ്ക് വായിച്ച് കേൾപ്പിക്കുകയാണ്. എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ്, കണ്ണൊക്കെ തള്ളിയിരിക്കുന്നുണ്ട് ചിലരുടെ. കാരണം ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണല്ലോ ബിഗ് ബോസിലെ. അതിന് മുൻപേ ഔട്ടായി പോയവർക്കൊക്കെ വൻ നഷ്ടമാണ്. ഇതിൽ ചിലർക്കൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് കൂടിയാണ്. മാത്രമല്ല പുറത്തുനിന്ന് ഗസ്റ്റുകളൊക്കെ വന്ന് അവരോടായിട്ട് ഇൻറ്ററാക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് കൂടിയാണ്. എന്തായാലും നല്ല കിടിലൻ ടാസ്ക് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.